കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി ശശി തരൂർ. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു. 7 അതിവേഗ പാതയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല എന്നും ശശി തരൂർ പറഞ്ഞു. നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ മാത്രമേ സർക്കാർ നടത്തുന്നുള്ളൂവെന്നും ഒന്നും നടപ്പാക്കുന്നില്ല എന്നും തരൂർ ആരോപിച്ചു. അതിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നോട്ടീസിൽ 120 എംപിമാർ ഒപ്പിട്ടു. ആദ്യം നൽകിയ നോട്ടീസിൽ തെറ്റുപറ്റിയതിനെ തുടർന്ന് വീണ്ടും മാറ്റി നൽകുകയായിരുന്നു. Nowhere, I might add, is this neglect of connectivity clearer than in Kerala. Despite repeated demands for new railway lines to decongest existing routes, the state finds no mention in the finance minister's much-touted 7 high-speed railway corridor initiative. More troubling is the shift in the tax burden towards individuals. The government has relied on low-cost measures such as tax simplification and targeted incentives, but the budget offers no credible medium-term framework linking spending to employment and productivity. Capital expenditure is emphasized, yet weak demand, stagnant wages, high youth unemployment, compressed welfare spending, and inadequate devolution to states. This is not governance, Mr. Chairman. This is headline management. Where promises are loud, like that horn, budgets are grand, but delivery is conspicuously absent. സുമോദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. സുമോദ്, കേന്ദ്ര ബജറ്റിനെതിരെ ശശി തരൂരിനെ തന്നെ രംഗത്തിറക്കി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം. അതായത് കേരളത്തിനോട് നിരന്തരമായി അവഗണന നടക്കുന്നുവെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഈ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരികയാണ്. അങ്ങനെ 2 സഭകളിലും നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? ധനസുമോദ്. 1:10 പ്രധാനപ്പെട്ട മുതിർന്ന എംപിമാരടങ്ങുന്ന ഒരു സംഘം, കൊടിക്കുന്നിൽ സുരേഷ് മലയാളിയായ മുതിർന്ന എം പി, അദ്ദേഹം അടക്കമുള്ള ഒരു സംഘമാണ് സെക്രട്ടറി ജനറലിനെ കാണുകയും അവിശ്വാസ പ്രമേയത്തിലുള്ള നോട്ടീസ്, സ്പീക്കർക്കെതിരായിട്ടുള്ള നോട്ടീസ് സമർപ്പിക്കുകയും ചെയ്തത്. കാര്യം സ്പീക്കർ ഓം ബിർള പക്ഷാപാതപരമായിട്ടാണ് പെരുമാറുന്നത്. വനിതാ അംഗങ്ങളെക്കുറിച്ച് വളരെ മോശമായി അദ്ദേഹം പരാമർശം നടത്തി. മാത്രമല്ല ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എംപിമാരടക്കമുള്ളവരെ അദ്ദേഹം ഇതിനകം തന്നെ സസ്പെൻഡ് ചെയ്ത് നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ തരത്തിലുള്ള ഒരു സമരം പാർലമെന്റിന് വെളിയിൽ അവർ നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയതിന് ശേഷമുള്ള ഘടകകക്ഷികൾ ഒരുമിച്ചിരുന്നിരുന്നു. ഘടകകക്ഷി നേതാക്കന്മാരുടെ ഒരു അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. ബജറ്റ് ചർച്ചയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് സംസാരിക്കാനുള്ളത്, സഭയിൽ സംസാരിക്കാനുള്ള അവസരം നൽകണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കന്മാർ ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് ഇനി ഏതായാലും ചർച്ചയ്ക്കുള്ള ഒരു സമയം തന്നെയാണ്. ചർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നാടിൻ്റെ ആവശ്യങ്ങൾ എംപിമാർക്ക് പറയാനുള്ള ഒരു അവസരം നിഷേധിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ശശി തരൂരാണ് ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങി വെച്ചിരിക്കുന്നത്. ബജറ്റ് പ്രസംഗത്തിന് കാര്യം, ശശി തരൂർ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പടിയിൽ വീണ് മുട്ടിന് പരിക്കേറ്റിരുന്നു. അങ്ങനെ അദ്ദേഹം ഇരുന്നു കൊണ്ടായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കേരളം എന്നൊരു വാക്ക് പോലും ഇല്ലാത്ത ഒരു ബജറ്റാണ് നടന്നത്. എയിംസ് കഴിഞ്ഞ 15 വർഷമായി കേരളത്തിന് നൽകുന്നൊരു വാഗ്ദാനമാണ്. ഇതുവരെ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല 22 എയിംസുകളാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ അനുവദിച്ചിരിക്കുന്നത്. ആ തരത്തിൽ എന്നിട്ട് പോലും കേരളത്തിന് എയിംസ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട 14 ദേശീയ ജലപാതകൾ അനുവദിച്ചു, അത് കേരളമില്ല. 7 സ്പീഡ് കൊറിഡോർ അനുവദിച്ചിട്ടുണ്ട്, അതിലും കേരളമില്ല. അങ്ങനെ കേരളത്തിന് പാടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം അഖിലേഷ് യാദവ് സംസാരിച്ചു. പക്ഷേ അതിനകത്ത് വേറൊരു സംഭവം ഇതിനകത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു അവർ നൽകിയത്. പക്ഷേ പ്രമേയം നൽകി കഴിഞ്ഞപ്പോൾ, ഡേറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ 2025 എന്നുള്ള ഒരു വർഷമാണ് ചെയ്തത്. അതിൻ്റെ ഒരു സാങ്കേതികത പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഇത് പൂർണ്ണമായും ഈ പ്രമേയത്തെ തള്ളിക്കളയാനും അങ്ങനെ സ്പീക്കറെ രക്ഷപ്പെടുത്താനുമാണ് കേന്ദ്രം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ അപകടം മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കന്മാർ പെട്ടെന്ന് തന്നെ പുതിയൊരു പ്രമേയം തന്നെ നൽകുകയായിരുന്നു. അതിൽ 2026 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് തന്നെയാണ് പ്രമേയം നൽകിയിരിക്കുന്നത്. ഇനി പ്രമേയത്തിൽ ഒപ്പിട്ടവർ ആ എംപിമാർ തന്നെയാണോ എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. നേരത്തെ ഇതുപോലെ ജഗദീപ് ധൻഖഡിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തി കഴിഞ്ഞപ്പോൾ ചില അംഗങ്ങൾ അവരല്ല ഒപ്പിട്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ആ പ്രമേയം
തള്ളുകയായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇനി മാർച്ചിൽ തുടങ്ങുന്ന ഒരു സെഷനിലായിരിക്കും ഇത്തരത്തിലുള്ള സ്പീക്കറിൽ അവിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഈ പ്രമേയം ചർച്ചയ്ക്ക് വരിക. ഈ സമയത്ത് സ്പീക്കർ ഒരു കാരണവശാലും സഭയുടെ പീഠത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറ്റു ഈ സദസ്സിലെ ഒരാളായിരിക്കും സ്പീക്കറിലെ ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഓം ബിർള ഈ സഭയിൽ മാത്രം ഒരു അംഗം എന്ന രീതിയിൽ തന്നെ മാത്രം ഇരുന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനം ഉൾക്കൊള്ളുന്ന ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരിക. പക്ഷെ അപ്പോൾ പോലും ഈ തരത്തിലുള്ള BJP കിടഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേയത്തിലെ ഏതെങ്കിലും സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തള്ളിക്കളയാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത്. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.